രാഹുൽ എംഎൽഎ സ്ഥാനത്ത് തുടരും. ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ വലിയ തിരിച്ചടി നേരിടുമെന്ന ഭയത്തിൽ കോൺഗ്രസ്. രാഹുൽ വിഷയം ദേശീയ ചർച്ചയാക്കി ബിജെപി. രാഹുൽ ഗാന്ധിയെ അപമാനിക്കാൻ മാങ്കൂട്ടത്തിലിനൊപ്പമുള്ള ഫോട്ടോ ഉപയോഗിച്ച് ബിജെപി. രാഹുലിനെ പാലക്കാട്ടെ പരിപാടികളിൽ നിന്ന് ഒഴിവാക്കാൻ ഔദ്യോഗിക നിർദ്ദേശം. രാഹുലിന് പൊതുവേദി നിഷേധിച്ച് കോൺഗ്രസും ജാഗ്രത കാണിക്കും. കേരളത്തിൽ വെറുതെ ഒരു എംഎൽഎ ആയി മാറും രാഹുൽ മാങ്കൂട്ടത്തിൽ. ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ട കലാപം അടങ്ങുന്നു. രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമികാംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത കോൺഗ്രസ് മുഖം രക്ഷിക്കാൻ അദ്ദേഹത്തെ നിയമസഭാ സമ്മേളനത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യും. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും വനിതാ നേതാക്കളും ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിക്കായി ശക്തമായി രംഗത്ത് വന്നിട്ടും ആ തീരുമാനത്തിൽ നിന്ന് കോൺഗ്രസ് പിറകോട്ട് പോകാൻ കാരണം പാലക്കാട് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വരും എന്ന ആശയക്കുഴപ്പത്തിലാണ്. ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ നിയമസഭയ്ക്ക് ചുരുങ്ങിയത് 1 വർഷം കാലാവധി ബാക്കി വേണമെന്ന് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ സെക്ഷൻ 151A പറയുന്നുണ്ടെങ്കിലും അല്ലാതെയും തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടെന്നാണ് കോൺഗ്രസിന് ലഭിച്ച നിയമോപദേശം. ഹരിയാനയിലെ കർണാൽ ഉപതെരഞ്ഞെടുപ്പ് കേസിലെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വിധിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസിൽ കൈക്കൊണ്ട നിലപാടുമാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ മേൽക്കൈ സ്ഥാപിച്ചതുപോലെ പാലക്കാട് പുതിയ സാഹചര്യത്തിൽ സാധ്യമാകില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നു. രാജി ഒഴിവായാലും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമായി രാഹുലിനെ തുടരാൻ അനുവദിക്കില്ലെന്ന കടുത്ത തീരുമാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. രാഹുലിനെതിരെ ഒരു പരാതിയും പാർട്ടിക്ക് മുന്നിൽ എത്തിയിട്ടില്ലെന്നും ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് രാഹുൽ എംഎൽഎ സ്ഥാനത്ത് തുടരുന്നതിനെ ന്യായീകരിച്ചത്. ആരോപണം ഉയർന്ന ഉടനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒഴിവാക്കിയത് മറ്റൊരു പാർട്ടിയും കൈക്കൊള്ളാത്ത നടപടിയായിട്ട് കോൺഗ്രസ് നേതൃത്വം പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ രാഹുൽ വിഷയം ദേശീയ തലത്തിൽ ചർച്ചയാക്കി നേട്ടം കൊയ്യാനാണ് ബിജെപിയുടെ പദ്ധതി. രാഹുൽ ഗാന്ധിക്കൊപ്പം രാഹുൽ മാങ്കൂട്ടം നിൽക്കുന്ന ചിത്രം ബിജെപിയുടെ ഔദ്യോഗിക സമൂഹ മാധ്യമ പേജുകളിൽ പങ്കുവച്ചു. സ്ത്രീകൾക്കെതിരായ അതിക്രമം, മറ്റൊരു കോൺഗ്രസ് നേതാവിനെതിരെ കൂടി ആരോപണം എന്ന വാചകങ്ങളോടെയാണ് ചിത്രം പങ്കുവച്ചത്. രാഹുൽ ഗാന്ധിയുടെ അടുത്ത അനുയായിയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും MLAയുമാണ് ആരോപണ വിധേയനെന്നും ചിത്രത്തിലുണ്ട്. രാഹുലിനെതിരെ വാർത്താ സമ്മേളനം നടത്തിയ ബിജെപി കേരള സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിന്റെ ലഡ്കി ഹും ലഡ് സക്തി ഹും ക്യാമ്പയിനെ ട്രോളിയതും രാഹുൽ വിഷയം ദേശീയ തലത്തിൽ സജീവമാക്കാൻ ലക്ഷ്യമിട്ടാണ്. 2022 ഉത്തർപ്രദേശിൽ BJPയെ ഉന്നമിട്ട് പ്രിയങ്ക ഗാന്ധി നയിച്ച സ്ത്രീ ശാക്തീകരണ ക്യാമ്പയിനായിരുന്നു ഇത്. രാഹുൽ ഗാന്ധി വോട്ടർ അധികാർ യാത്രയിലൂടെ BJPയെയും കേന്ദ്ര സർക്കാരിനെയും പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുമ്പോൾ പ്രത്യേകിച്ചും വലിയൊരു തിരിച്ചടി കൊടുക്കാൻ BJP പദ്ധതിയിടുന്നുണ്ടാകണം. ഇത് മുന്നിൽ കണ്ടായിരിക്കും കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇനി പൊതുപരിപാടികളിൽ പോലും ഇടം നൽകുക. അതേസമയം ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒഴിവാക്കാൻ വിവിധ വകുപ്പുകൾ നിർദ്ദേശം നൽകി. പാലക്കാട്ട് നടക്കുന്ന സപ്ലൈകോ ഓണം ജില്ലാ ഫെയർ ഉദ്ഘാടന ചടങ്ങിൽ രാഹുലിനെയാണ് അധ്യക്ഷനായി നിശ്ചയിച്ചിരുന്നത്. രാഹുലിന്റെ ചിത്രമുള്ള ഫ്ലെക്സുകളും പോസ്റ്ററുകളും ഉൾപ്പെടെ മാറ്റാൻ സംഘാടകർക്ക് നിർദ്ദേശം ലഭിച്ചു. BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലെ ബസ് ടെർമിനൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കേണ്ടെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പാലക്കാട്ട് നടത്തുന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ സംഘാടക സമിതി യോഗത്തിൽ നിന്ന് MLA വിട്ടുനിൽക്കുന്നതാണ് ഉചിതമെന്ന് മന്ത്രി V. ശിവൻകുട്ടിയും പറഞ്ഞിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുലിനാണ് പാലക്കാട് നിയോജക മണ്ഡലം പരിധിയിൽ പാർട്ടി ചുമതല നൽകിയിരുന്നത്. പുതിയ സാഹചര്യത്തിൽ ആ ചുമതലയിൽ നിന്നും രാഹുലിനെ പാർട്ടി നീക്കും. രാഹുൽ മാങ്കൂട്ടത്തിലിന് പിന്തുണയുമായി എത്തിയ ഷാഫി പറമ്പിൽ MP പോലും ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഗോതയിൽ രാഹുലിനൊപ്പം വേദി പങ്കിടാൻ തയ്യാറായെന്ന് വരില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു കൂട്ടിയ ക്രൂരതയുടെ ആഴം വനിതാ വോട്ടർമാർ ഉൾപ്പെടുന്ന പൊതുസമൂഹം തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തീണ്ടാപ്പാടകലെ നിർത്താൻ തന്നെയാകും കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുക. ഫലത്തിൽ കേരളത്തിൽ എല്ലാവരാലും അവഗണിക്കപ്പെടുന്ന ഒരു MLAയായി ശേഷിക്കുന്ന കുറച്ചു മാസം രാഹുൽ മാങ്കൂട്ടത്തിലിന് കഴിയാം.